മറ്റൊരു വാർത്ത ICU പീഡനക്കേസ് അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർ KV പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. അല്ല, IG കമ്മീഷണർക്ക് അന്വേഷണ റിപ്പോർട്ട് എനിക്ക് നൽകാനുള്ള ഉത്തരവ് എൻ്റെ കോപ്പി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ച് ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്ത സമരസമിതിക്കും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ല, ഇന്നോ നാളെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വസിക്കുന്നു അവരുടെ വാക്കുകൾ. അല്ല, റിപ്പോർട്ടിലുള്ള കഴമ്പുകൾ നോക്കിയിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാം എന്ന ഉറപ്പ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ സമരം അവസാനിപ്പിക്കുന്നു. എന്തൊക്കെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നത്? അതിജീവിതയുടെ തുടർന്നുള്ള നടപടികൾ, നീക്കങ്ങൾ എന്താവും? ഫിജി, വലിയ നീതി നിഷേധത്തിന്റെ ഒരു വാർത്ത തന്നെയായിരുന്നു തുടർച്ചയായിട്ടുള്ള 12 ദിവസങ്ങളായി ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതായത് അതിജീവിതയുടെ ICU പീഡന കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ചികിത്സ നടത്തിയിരുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ KV പ്രീതി അവർക്കെതിരെ, അതായത് അവർ ഈ കേസ് അട്ടിമറിക്കാനടക്കം ശ്രമിച്ചു, അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നായിരുന്നു ഈ അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആവശ്യമായി ഉണ്ടായിരുന്നത്. ശേഷം അതിനെതിരെ ഒരു അന്വേഷണവും നടക്കുന്നു. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇതുവരെയായിട്ട് അതിജീവിതയ്ക്ക് ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനെതിരെയാണ് 2 ഘട്ടങ്ങളായി അതിജീവിത സമരം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഒരു സമരം നടത്തുകയും 6 ദിവസങ്ങൾ സമരം നടത്തുകയും ശേഷം ഈ ഒരു സമരത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വാക്കാലുള്ള ഉറപ്പ്, അതായത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുമെന്ന കമ്മീഷണറുടെ ഒരു വാക്കാലുള്ള ഉറപ്പുണ്ടായിരുന്നു. അതിന്മേൽ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ സമരം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഉറപ്പ് പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സമരമായിട്ട് കഴിഞ്ഞ 6 ദിവസങ്ങളായി അതിജീവിത ഈ വലിയൊരു ഉഷ്ണതരംഗമുണ്ട് ഇവിടെ, അല്ലെങ്കിൽ വലിയ തരത്തിൽ അന്തരീക്ഷ താപനിലയുണ്ട്. ഈ ഒരു വെയിലത്താണ് ഈ റോഡ് സൈഡിൽ ഹൈവേയുടെ പരിസരത്തായിട്ട് അതിജീവിത ഒരു സമരം ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നു, ചർച്ചകൾ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും IG കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള ഒരു ഉത്തരവ്, അതായത് അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കാണാനും അത് കൈവശം വയ്ക്കാനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം ലഭ്യമാക്കണമെന്നുള്ള IGയുടെ ഒരു ഉത്തരവ് അത് കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പകർപ്പ് ഇപ്പോൾ അതിജീവിതയ്ക്ക് ലഭ്യമായിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ ലഭ്യമാക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്. സമരം അവസാനിപ്പിക്കുമ്പോൾ അതിജീവിത പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ, അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ അന്വേഷണം കഴിഞ്ഞ്, അതായത് ഡോക്ടർ KV പ്രീതിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ് ഇത്രയധികം ദിവസമായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭ്യമാക്കാതെ പിടിച്ചു വെക്കണമെങ്കിൽ അതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പോർട്ട് കൃത്യമായി പഠിച്ച ശേഷം നിയമപരമായി നീങ്ങും. അതിൽ എന്തെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും നിയമപരമായി തന്നെ നീങ്ങുമെന്ന് അതിജീവിത പറയുന്നു. എന്തായാലും ഇപ്പോൾ ഒരു വാക്കാലുള്ള ഉറപ്പിന്മേലാണ് അതിജീവിത സമരം അവസാനിപ്പിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പ് കമ്മീഷണർ അതിജീവിതയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും നിയമപരമായി തന്നെ നീങ്ങുമെന്നുള്ളതാണ് അതിജീവിത നമ്മളോട് വ്യക്തമാക്കുന്നത്. ശരി മേഘ.